LDF സ്ഥാനാർത്ഥി പാലക്കാട്ട് നിന്നും പി സനിൻ ചേരുന്നു തത്സമയം. പി സനിൻ, വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു ഉറക്കമൊക്കെ? കഴിഞ്ഞ കുറേ ദിവസത്തിന് ശേഷം സുഖമായി ഉറങ്ങിയോ? ഡോക്ടർ അരുൺ, ഗുഡ് മോർണിംഗ്. ഉറക്കം അങ്ങനെ ഒരു ശീലത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നതാണ്. അത് ഉറങ്ങിയില്ല, അതുകൊണ്ട് ഉറക്കം കോമ്പൻസേറ്റ് ചെയ്യണം, അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. ഞാൻ രാവിലെ തന്നെ കുറച്ച് ആളുകളെ കാണാനുണ്ടായിരുന്നു. 1-2 ആശുപത്രി സന്ദർശനം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർത്ത് വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടറിൻ്റെ ആളുകൾ വന്നതും ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ വ്യത്യസ്തമായ മറ്റൊരു ദിവസം എന്നുള്ളതല്ലാതെ സാധാരണ പോലെ തന്നെ മുന്നോട്ട് പോകുന്നു. 1-2 ദിവസം ഈ ശബ്ദത്തിനൊരു വിശ്രമം കൊടുക്കാമെന്ന് തോന്നുന്നു അല്ലേ? തൊണ്ട നന്നായിട്ട് ഇടറിയിട്ടുണ്ട് ശബ്ദം. സ്ക്രാച്ച് വല്ലതും വീണോ? അല്ല, ഞാനത് ചെയ്യണമെന്ന് വിചാരിച്ചു. ഏതാ? തൊണ്ടയിൽ ചെറിയ സ്ക്രാച്ച് വല്ലതും വീണിട്ടുണ്ടോ എന്ന്? സ്ക്രാച്ച് അല്ല, വോക്കൽ കോഡിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ശാസ്ത്രീയമായി തന്നെ പരിഹരിക്കണമെങ്കിൽ ആദ്യം വോയിസ് റെസ്റ്റും അതിൻ്റെ കൂടെയുള്ള 1-2 കാര്യങ്ങളുമാണ്. അപ്പോൾ അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ? നമ്മൾ മൗനം അവലംബിച്ചാൽ അതിനർത്ഥം വേറെയാവും. പറയാനാണെച്ചാൽ ഒരുപാടുണ്ട് താനും, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ജനം. അപ്പോൾ അരുൺ അതൊക്കെ ചോദിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, തീർച്ചയായിട്ടും. സരീൻ, ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് ഞാൻ തുറന്ന് തന്നെ പല കാര്യങ്ങളും ചോദിക്കാമെന്ന് വിചാരിക്കുക. അതിൽ ആദ്യത്തേത്, എനിക്ക് ആത്മവിശ്വാസമാണ് എത്രത്തോളം ഉണ്ടെന്ന് അറിയേണ്ടത്. ബൂത്തുകളിൽ പലതരത്തിലുള്ള കണക്കുകൾ പുറത്തു വരുന്നു. മുനിസിപ്പാലിറ്റിയിൽ വോട്ട് കൂടിയത് NDAക്ക് ഗുണകരമാണെന്ന് പറയുന്നു. പിരായിരിയിൽ വോട്ട് കുറഞ്ഞത് UDFന് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറയുന്നു. കണ്ണാടിയിലും അല്പം വോട്ട് കുറഞ്ഞത് LDFന് ക്ഷീണമാകുമെന്നും പറയുന്നു. അവസാനത്തെ കണക്കുകൂട്ടലുകളിൽ ഇപ്പോൾ സരീന് തോന്നുന്നത് എന്താണ്? ആത്മവിശ്വാസത്തിൻ്റെ നിലവാരം എത്രത്തോളമുണ്ട്? 3 തരത്തിൽ ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാം. ഒന്ന്, 1,50,000-ഓളം വോട്ടുകൾ പോൾ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരുന്ന ആളാണ് ഞാൻ. അത് ഒരുപക്ഷെ ആളുകൾ കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്യുമെന്നുള്ള നമ്മുടെ ഒരു വിലയിരുത്തലായിരുന്നു. അതിലേക്ക് ഇത് ഉയർന്നില്ല എന്നുള്ളതിൽ ഒരു ചെറിയ നിരാശയുണ്ട്, ചെറിയൊരു നിരാശ. കാരണം ജനങ്ങൾ അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു തരത്തിൽ നിസ്സംഗത പുലർത്തിയോ എന്ന് ചോദിച്ചാൽ പുലർത്തി. പക്ഷേ ആ നിസ്സംഗത മുഴുവനായും ഇന്നലെ വോട്ടുകൾ ആരൊക്കെ ബൂത്തിൽ വന്നു എന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്യുമല്ലോ. ബൂത്തിലെ നമ്മുടെ ഏജന്റ് അതെല്ലാം ടിക്ക് ചെയ്യും, പോളിംഗ് ഏജന്റ് എന്ന് പറയും. ആ ഏജന്റ് തന്ന ടിക്ക് ചെയ്ത ആളുകളുടെ പേരുകൾ നോക്കുമ്പോൾ, വരാത്ത ആളുകളുടെ പേരുകൾ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് ആശ്വാസത്തിനാണ് വഴിമാറുന്നത്. അതായത് വരാത്ത വോട്ടുകൾ മുഴുവൻ മുൻപ് വന്നിരുന്ന ശീലങ്ങളിൽ നിന്നുള്ള വായനയിലൂടെ പോകുമ്പോൾ UDFന് അനുകൂലമാകേണ്ടതോ BJPക്ക് അനുകൂലമാകേണ്ടതോ ആണ്. അതായത് 7,000 വോട്ട് കുറഞ്ഞു എന്നുള്ളത് ഒരു തരത്തിലും LDFനെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന് വോട്ട് ചെയ്തവരുടെ പേരുകൾ വെച്ചും വോട്ട് ചെയ്യാൻ വരാത്തവരുടെ ആളുകളുടെ രാഷ്ട്രീയ ചായ്വ് നോക്കിയും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ബോധ്യം വന്നു. അതുകൊണ്ട് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് നിഷേധ വോട്ടുകൾ ചെയ്യാൻ താല്പര്യമില്ലാത്ത UDF BJPക്കാർ വീട്ടിലിരുന്നു നിസ്സംഗതയോടുകൂടി എന്നുള്ളത് കൊണ്ടാണ്. കുറേ കാലമായി നിസ്സംഗതയോടെ വീട്ടിലിരുന്ന പക്ഷെ കുറേ ആളുകൾ വോട്ട് ചെയ്യാനായി ബൂത്തിലെത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഉദാഹരണം കൃത്യമായി പറയാം, 2 തെരഞ്ഞെടുപ്പുകളിലായി ലോക്സഭയിലും നിയമസഭയിലും 2016 ശേഷം ടിക്കിടാൻ ബൂത്ത് ഏജന്റുമാരായിരുന്നവർക്ക് പറ്റാത്ത പേരുകൾ, 40, 50, 60 വയസ്സായവർ, അതായത് വീട്ടിലുണ്ടായിട്ട് വോട്ട് ചെയ്യാൻ അവരവരുടെ പ്രയോറിറ്റികളിൽ വോട്ട് രണ്ടാമത് മാത്രമായി കണ്ടവർ, തിരക്കുകളിൽ പെട്ടവർ, അവർ തെരഞ്ഞു പിടിച്ച് വന്നിട്ടുണ്ട്. ആദ്യമായി 5-8 വർഷങ്ങൾക്ക് ശേഷം ടിക്കിടാൻ പറ്റി, ഇവർ വന്നു എന്നുള്ളത്, അവരെന്തിനു വന്നു, ആർക്ക് വോട്ട് ചെയ്യാൻ വന്നു എന്നുള്ളത് വളരെ അനുകൂലമായ ഘടകമാണ് എന്നുള്ളതും വിലയിരുത്താൻ സാധിക്കുന്നു. മൂന്നാമത്തെ കാര്യം, മാത്തൂരിലും കണ്ണാടിയിലും വോട്ടിൻ്റെ എണ്ണത്തിൽ വലിയ കുറവില്ല, വോട്ട് എണ്ണം അതുപോലെ നിൽക്കുന്നു, ശതമാനം കുറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അപ്പോഴും LDFൻ്റെ വോട്ടുകൾ കൂടിയിട്ടേ ഉള്ളൂ എന്ന് വോട്ട് എണ്ണുമ്പോൾ മനസ്സിലാവും. ഉദാഹരണത്തിന് ഞാൻ പറയാം, കണ്ണാടിയിൽ 17,000-അടുത്ത് വോട്ടുകളാണ് പോൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിലെ 10,000 വോട്ടുകളും LDFന് അനുകൂലമായിട്ടുള്ളതാണ് എന്നാണ് ഇന്നലത്തെ കണക്കുകളിൽ നിന്ന്, ബൂത്ത് കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മാത്തൂരും കണ്ണാടിയിലും കോൺഗ്രസ് വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് കണ്ടമാനം ഒഴുകിയിട്ടുണ്ട്. പിരായിരിയിലും മുനിസിപ്പാലിറ്റിയിലും UDF വോട്ടുകൾ LDFന് അനുകൂലമായി ധാരാളം വന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് അനുകൂലമായി UDFൻ്റെ വോട്ടുകൾ പിരായിരിയിലും മുനിസിപ്പാലിറ്റിയിലും വന്നു. മാത്തൂരിലും കണ്ണാടിയിലും കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് വന്നു. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. BJP ആത്മവിശ്വാസം കൊള്ളുന്നത് നഗരത്തിലെ വോട്ട് എണ്ണത്തിൽ കുറച്ച് കൂടുതലുണ്ടെന്നാണ്. ശരിയാണ്, എണ്ണം കൂടുതലുണ്ട്. എണ്ണം കൂടിയത് മുഴുവൻ, അല്ലെങ്കിൽ BJPക്കാരായിട്ടുള്ളവർ വന്നത് മുഴുവൻ BJPക്ക് വോട്ട് ചെയ്യാനാണ് എന്നുള്ള ലഘുവായിട്ടുള്ള വായനയിൽ നിന്നുണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണയാണത്.
ഞാൻ ഉറച്ചു പറയുന്നു, BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇടതുപക്ഷത്തിന് ഇത്തവണ ഉണ്ടാവാൻ പോകുന്ന നേട്ടം അറിഞ്ഞുകൊണ്ട് തന്നെ ജയിക്കേണ്ടത് LDF ആണ് എന്ന് തീരുമാനമെടുത്ത എത്രയോ BJP വോട്ടുകൾ കൂടിച്ചേർന്നതാണ് മുനിസിപ്പാലിറ്റിയിലെ വോട്ട് എണ്ണം എന്നുള്ളതും കൂടി സാന്ദർഭികമായി പറയുകയാണ്. അതായത് 50,000 കടക്കും LDFന്റെ താങ്കൾക്ക് കിട്ടാൻ പോകുന്ന വോട്ടെന്നാണ് പറഞ്ഞു വരുന്നത് സരിൻ. 60,000 വോട്ടിൽ കുറയാത്തത് കിട്ടും. ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന ഫിഗറിൽ നിന്ന് ഞാൻ ഏകദേശം ഒരു 8,000 മുതൽ 10,000 വോട്ടുകൾ വരെ അതിനെ കിഴിക്കുന്നത്, കണക്ക് കൂട്ടിയാൽ മാത്രമേ, കൂട്ടിയും കിഴിച്ചുമാണല്ലോ വിലയിരുത്തേണ്ടത്. അതെ, വിലയിരുത്തൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ ഞാൻ ആ വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് കൂട്ടിയ കണക്കുകളും കിഴിച്ച കണക്കുകളും ചേർത്ത് പറയുകയാണ്. 60,000-നും 62,000-നും ഇടയ്ക്കുള്ള വോട്ടുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഓരോരുത്തരായി ചെയ്തിട്ടുള്ള ഇലക്ഷനാണ് ഈ ഇലക്ഷൻ. അത് അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ സംഭവമായിരിക്കും എന്നുള്ളതാണ് ആ കണക്കുകൾ ബൂത്തിൽ നിന്ന്. കാരണം 55-58 വരെയൊക്കെയാണ് NDA സ്ഥാനാർത്ഥികൾ പോലും മനസ്സുകൊണ്ട് കണക്കാക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് LDF പോകുന്നുവെന്ന് പറഞ്ഞാൽ UDF 3ാം സ്ഥാനത്തേക്ക് പോകുന്നുവെന്നാണ് അർത്ഥം. ആണോ പൈസരിൻ? അതാണ് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത്. UDF 3ാം സ്ഥാനത്തേക്ക് പോകും എന്നുള്ളതിനെ അങ്ങനെയല്ല ഞാൻ അവതരിപ്പിക്കുന്നത്. UDFന്റെ രാഷ്ട്രീയ അടിത്തറ പാലക്കാട് എത്രത്തോളം തകർന്ന് തരിപ്പണമായി എന്നുള്ളതിൻ്റെ നേർചിത്രം നൽകുന്ന ഒരു റിസൾട്ടായിരിക്കും. അത് 3ാമതാവുക എന്നുള്ളത് മാത്രമല്ല, ബഹുദൂരം പിന്നിലായി പോയി ആ പ്രവർത്തകരോട് ഒരുപക്ഷെ നേതൃത്വം കാണിച്ച വഞ്ചന, അതിന് പ്രവർത്തകർ കൊടുത്ത ശിക്ഷ, അതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്ന, പ്രതിഫലിക്കുന്ന ഒരു കെട്ട 3ാം സ്ഥാനമായിരിക്കും കോൺഗ്രസിനെ ജനങ്ങൾ എത്തിക്കുക. അത് അങ്ങനെയാണെങ്കിൽ സതീശനും ഷാഫിക്കും രാഹുൽ മാങ്കൂട്ടത്തിലും വലിയ തിരിച്ചടിയാകും. കോൺഗ്രസിന് നല്ലതല്ലേ അത്? ഈ 3 കൂട്ടർക്കും തിരിച്ചടി കിട്ടുന്നത് ഏറ്റവും കൂടുതൽ നല്ലതാവുക കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ രാഷ്ട്രീയ അടിത്തറയ്ക്കാണ്. അതുകൊണ്ട് കോൺഗ്രസിന് നല്ലതാണ്. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. തിരിച്ചടി ആർക്കെന്നൊന്നും കാണണ്ട. കോൺഗ്രസിലെ ഏറ്റവും നല്ല തീരുമാനങ്ങൾക്ക് അതൊരു നിമിത്തമാവുകയാണെങ്കിൽ, ഒരു ശുദ്ധികലശം അവിടെ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ. അതായത് ഈ വിധിയെഴുത്ത് ശുദ്ധികലശമാണ്. അതെ, അത് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് വീമ്പളയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, തോറ്റാൽ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് മാത്രമാണെന്ന്. 23-ാം തീയതി അദ്ദേഹം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായി. മനോഹരമായ ഒരു പത്രക്കുറിപ്പൊക്കെ തയ്യാറാക്കുന്നത് വളരെ നല്ലതാണ്. കാരണം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും അങ്ങ് പറഞ്ഞ് സ്ഥാപിച്ചതുപോലെ, സമർത്ഥിച്ചതുപോലെ അങ്ങ് പാലക്കാടും വന്ന് വിലസാം എന്നായിരുന്നു അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ ദീപാരാധന നടത്തിയതുപോലെ സന്ദീപ് വാര്യരെ സ്വന്തം പാളയത്തിലേക്ക് എത്തിച്ചാൽ വോട്ട് കിട്ടുന്ന സ്ഥലം പറവൂരിനെ പോലെയാണ് പാലക്കാട് എന്ന്. ഒരുപക്ഷെ പറവൂരിനെ വരെ അദ്ദേഹം അധിക്ഷേപിച്ചതിൻ്റെ തുല്യമായിട്ടുള്ള രീതിയാണ്. പറവൂരിലെ ജനതയുടെ കോൺഫിഡൻസിനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയി കണ്ട അദ്ദേഹത്തിന് ആ മേൽവിലാസം പോലും, പ്രതിപക്ഷ മേൽവിലാസം നഷ്ടമാകും. സംസ്ഥാനത്തെ ഒരു നേതാവാണെന്ന് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന്റെ ഊന്നിൽ നിന്ന് അങ്ങനെ ഒരു ഊന്നുവടി അദ്ദേഹത്തിനുള്ളതുകൊണ്ട് ആ ഊന്ന് ഈ വാഴയൊക്കെ ചെരിയുന്ന സമയത്ത് നേരെ നിർത്താൻ വേണ്ടി ഒരു ഊന്ന് കൊടുക്കും. അങ്ങനെ ഊന്ന് കൊടുത്ത് നിർത്തിയതിന്റെ പേരിൽ മാത്രം താൻ എന്തോ സംഭവമാണെന്ന് ധരിച്ച അദ്ദേഹം ആ ഊന്നിൽ നിന്ന് പിൻവലിക്കപ്പെടുമ്പോൾ താഴെ വീഴും. പറവൂരിനപ്പുറം രാഷ്ട്രീയ മേൽവിലാസമില്ലാത്ത ഒരാളായി തീരും. അതിനൊക്കെ മുന്നേ അദ്ദേഹത്തിനോട് ചില ഉപദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയും അദ്ദേഹത്തെ ഒന്നുകൂടി കേൾക്കുന്നതിന് വേണ്ടിയും ഞാനൊരു പൊളിറ്റിക്കൽ പേഴ്സൺ ആയതുകൊണ്ടും അദ്ദേഹം പൊളിറ്റിക്കലായിട്ട് ആ പദവിയിൽ തുടരുന്നുണ്ട് എങ്കിൽ 24-ാം തീയതി തിരുവനന്തപുരത്ത് ഞാനൊരു അപ്പോയിൻമെന്റ് ചോദിച്ചിരുന്നു. അത് സന്മനസ്സോടുകൂടി ഇന്നോ നാളെയോ തന്നെ തരണം. 23-ാം തീയതിയിലേക്ക് പിന്നെ നീട്ടണ്ട. കാരണം അത് തരാൻ താങ്കൾ മാത്രവുമല്ല, എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച കൂടിക്കാഴ്ച അദ്ദേഹവും ഞാനും തമ്മിൽ തന്നെ ആവുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ആവശ്യമില്ലല്ലോ. ഞാനിതാ ചോദിക്കുകയാണ്, മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഓഫീസാണ്. പ്രതിപക്ഷ നേതാവിന്റെ പബ്ലിക് ഓഫീസിലേക്ക് ഡോക്ടർ പി സരിൻ എന്ന് പറയുന്ന ഒരു പബ്ലിക്കിന് ഒരു അപ്പോയിന്റ്മെന്റ് വേണം. 10 മിനിറ്റ് മതി. 24-ാം തീയതി ആ ഓഫീസിൽ വേണം. അദ്ദേഹം യാത്രയിലാണെങ്കിൽ ഞാൻ 2-3 ദിവസം കാത്തിരിക്കാം. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് ആ ഓഫീസിൽ കയറാനുള്ള അനുവാദം പാർട്ടി മുന്നണി നൽകുന്നിടത്തോളം അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്നത് എങ്കിൽ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്തെ ഓഫീസിൽ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് വേണം. രണ്ടാമത്തെ ഒരു കാര്യം കൂടി, അദ്ദേഹം ഉന്നയിച്ചൊരു ആരോപണമുണ്ട്, വ്യാജ വോട്ടറാണ് ഡോക്ടറും സൗമ്യയും എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ സരിനും ഡോക്ടർ സൗമ്യ സരിനും ഇന്നലെ വോട്ട് ചെയ്തു.
അദ്ദേഹം വലിയ കാര്യത്തിൽ ജനങ്ങളുടെ വീമ്പളക്കി ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞാൻ പഠിച്ചു പറയുന്നതാണ്, ഞാൻ പഠിക്കാതെ പറയില്ലല്ലോ എന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ. അങ്ങനെ പഠിച്ചു പറഞ്ഞ ആ മനുഷ്യന് സ്വന്തം പോളിംഗ് ഏജന്റിനെ കൊണ്ട് ഒരു ചലഞ്ചെങ്കിലും അവിടെ ചെയ്യിപ്പിക്കാമായിരുന്നില്ലേ? ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇവരിവിടുത്തെ സ്ഥിരതാമസക്കാരല്ല, ഇവരിവിടുത്തെ വോട്ടറല്ല. എന്തേ അദ്ദേഹം ചെയ്യാഞ്ഞത്? ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചു, വോട്ടർമാര് എന്നുള്ള രീതിയിൽ പാലക്കാടുകാരെ പറഞ്ഞു പറ്റിച്ചു. കുറച്ചെങ്കിലും അദ്ദേഹത്തിന് രാഷ്ട്രീയ മാന്യതയുണ്ടെങ്കിൽ അദ്ദേഹം ഏറ്റു പറയണം, ഞാൻ ഉന്നയിച്ച ആരോപണം ദുരാരോപണമായിരുന്നു. ഡോക്ടർ സരിനും ഡോക്ടർ സൗമ്യ സരിനുമുള്ള വോട്ട് അത് നിഷേധിക്കാൻ പറ്റാത്ത ജനാധിപത്യ അവകാശമാണ്, അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ പോളിംഗ് ഏജന്റ് അത് ചലഞ്ച് ചെയ്യാതിരുന്നത് എന്ന് നാണം കെട്ട രീതിയിലേക്ക് പറയുന്ന വാക്കിന് വിലയില്ലാത്ത, നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് അദ്ദേഹം ഇനി 2 നാൾ കൂടി തുടരും. അത് സഹിക്കേണ്ട ബാധ്യത മാത്രമേ ഇനി കേരളത്തിനുള്ളൂ. അല്ല, ഒരു കാര്യം കൂടി സരീൻ, അതായത് താങ്കൾ പറയുന്നത് മാപ്പ് പറയണം, ആ ദുരാരോപണം തിരുത്തി മാപ്പ് പറയണം, താങ്കളുടെ വോട്ട് വ്യാജ വോട്ടാണെന്ന്, താങ്കളുടെയും സൗമ്യയുടെയും വോട്ട് വ്യാജ വോട്ടാണെന്നുള്ള ആരോപണത്തിൽ നിന്ന് പിൻവാങ്ങണം, മാപ്പ് പറഞ്ഞു പിൻവാങ്ങണമെന്നാണ് താങ്കൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പോളിംഗ് ഏജന്റിന് അദ്ദേഹം കൊടുത്ത നിർദ്ദേശം ഒരു കാരണവശാലും ചലഞ്ച് ചെയ്തിരുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം UDF അത് ചലഞ്ച് ചെയ്യണമെന്നുള്ള താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞു ഇത്രേ, ഒരു കാരണവശാലും ചലഞ്ച് ചെയ്യരുത്. കാരണം എന്താ, പൊള്ളയായ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം എൻ്റെയും സൗമ്യയുടെയും വോട്ടുകൾ വ്യാജമാണെന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അതറിയുന്ന ആൾ അദ്ദേഹം ആയതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ അതിൽ ഇടപെട്ടു എന്നുള്ളതിൽ വലിയ സന്തോഷം. അദ്ദേഹം തന്നെയാണ് നിർബന്ധപൂർവ്വം ചലഞ്ച് ചെയ്ത് പോകരുതേ, നമ്മൾ അബദ്ധത്തിലാവുമെന്ന് പറഞ്ഞത്. കാരണം എന്റെ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക ഈ 2 ദിവസത്തിനു ശേഷം പ്രതിപക്ഷ നേതാവിനെ താങ്കൾ ഔദ്യോഗികമായി കാണണം എന്നുള്ള ആണ് നമ്മൾ റിപ്പോർട്ടറിലൂടെ താങ്കൾ ആവശ്യപ്പെടുന്നത്. എന്തിനു വേണ്ടിയാണ് താങ്കൾ പ്രതിപക്ഷ നേതാവിനെ കാണുന്നത്? അതൊരു സംവാദത്തിന് വേണ്ടിയാണോ, അതല്ല പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ താങ്കൾക്ക് അറിയിക്കണം? താങ്കൾ ഇപ്പോൾ ആ പാർട്ടിയിൽ ഇല്ലല്ലോ, എന്തിനു വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവിനെ താങ്കൾ ഔദ്യോഗികമായി കാണുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, പബ്ലിക് ഓഫീസാണ് അല്ലേ? അതെ, പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഓഫീസാണ്. ഞാനൊരു പൊതുജനത്തിന്റെ ഭാഗമായി പബ്ലിക്കായി അദ്ദേഹത്തെ കാണാൻ താല്പര്യപ്പെടുന്നു. എന്ത് പറഞ്ഞു എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ശേഷം നിങ്ങളോട് വ്യക്തമാക്കാം. അതെന്റെ അവകാശമല്ലേ? എന്റെ അവകാശമല്ലേ അത്? അദ്ദേഹത്തെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് സീക്ക് ചെയ്യുക എന്നുള്ളത് പൊതുജനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എന്റെ അവകാശമാണ്. അദ്ദേഹം പബ്ലിക് ഓഫീസിൽ ഇരിക്കുന്നിടത്തോളം കാലം പറഞ്ഞ കാര്യങ്ങൾ എന്ത് എന്നുള്ളത് കൃത്യമായും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ശേഷം വന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യാം. ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്, അദ്ദേഹം എന്തുകൊണ്ടാണ് എന്റെ വോട്ട് വ്യാജമാണ് എന്നുള്ളതിൽ നിന്ന് പിന്മാറിയത് എന്നുള്ളതും കൂടി പ്രേക്ഷകർ അറിയണമല്ലോ. എന്റെ നാമനിർദ്ദേശ പത്രിക അക്സെപ്റ്റ് ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഞാൻ അവിടെ എഴുതി കൊടുത്ത എന്റെ വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ പരിശോധിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാലിഡേറ്റ് ചെയ്ത ശേഷം മാത്രം ആ വോട്ട് വാലിഡ് ആണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് എന്റെ നാമനിർദ്ദേശ പത്രിക അവിടെ സ്വീകരിക്കപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയായ ഒരാൾക്ക് വോട്ട് വ്യാജമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് കൃത്യമായ ഒരു നിയമോപദേശം എവിടുന്നോ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം പഠിച്ചത് നിയമമാണോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എവിടുന്നോ ഒരു ഉപദേശം കിട്ടി. ഇനി അതിൽ കൂടുതൽ കയറി പിടിക്കണ്ട. കാരണം നാമനിർദ്ദേശീയ പത്രിക തള്ളാനാണ് അങ്ങനെയാണെങ്കിൽ ആവശ്യപ്പെടേണ്ടത്. നാമനിർദ്ദേശ പത്രിക തള്ളാൻ ആവശ്യപ്പെടുന്നില്ല. LDF-ലേക്കും NDA സ്ഥാനാർത്ഥി പറയുന്നത് NDA-യിലേക്കും പോയിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ എന്തോ കാര്യമായി കണ്ണാടിയിലും മാത്തൂരിലും പിരായിരിയിലും സംഭവിച്ചിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥി എന്നോട് പറഞ്ഞത് UDF-ലെ പല ജനപ്രതിനിധികളും അവരുടെ വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ തയ്യാറായിരുന്നില്ല എന്നാണ്. അങ്ങനെ ഒരു നിസ്സംഗത ഈ UDF-ലെ ജനപ്രതിനിധികൾക്കുണ്ടായിരുന്നോ? UDF-ലെ ജനപ്രതിനിധികൾ എന്നുള്ളതിനും അപ്പുറം UDF-ന് സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ഇലക്ഷൻ നിയന്ത്രിക്കാൻ പ്രവർത്തകർ പോലും ഇല്ലാതൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ. കാരണം വന്ന പരിവാരങ്ങൾ മുഴുവൻ ഒരു ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് പ്രേക്ഷകരുടെ അറിവിലേക്കായി പറയുകയാണ്, അവർ മണ്ഡലം വിട്ടു പോകണമെന്നുള്ള നിയമമുണ്ട്. ഇല്ലെങ്കിൽ മണ്ഡലത്തിൽ അല്ലാത്ത ആളുകൾ അവിടെ തുടരുന്നുണ്ടെങ്കിൽ അതിന് കാര്യവും കാരണവും ബോധിപ്പിക്കണം. പോലീസിന് അവരെ വേണമെങ്കിൽ കരുതലിൽ വരെ വെക്കാം. അതുകൊണ്ട് എല്ലാവരും ജില്ല വിട്ടുപോയി, എല്ലാ ഹോട്ടൽ ബുക്കിങ്ങുകളും അവസാനിപ്പിച്ച് വന്ന പരിവാരങ്ങൾ മുഴുവൻ പോയി. പാലക്കാട്ടത്തെ UDF എന്ന് പറയുന്നത് ഒരു ചിതറിയ സംവിധാനമാണ്. ഒരു വിഭാഗം വിട്ടുനിൽക്കുകയാണെന്ന് ഞാൻ ആദ്യം മുതലേ പറഞ്ഞു. ബാക്കിയുള്ളവരെ കൊണ്ട് ഔട്ട് ഏജന്റ് ആയിരിക്കുക, പോളിംഗ് ഏജന്റ് ആയിരിക്കുക, വരാത്ത വോട്ടുകളെ ബൂത്തിലെത്തിക്കാൻ വാഹനം വിട്ടുകൊടുക്കുക. വാഹനങ്ങൾ കുറെ അവര് വിലക്കെടുത്ത് നിർത്തിയിരുന്നു, കാരണം പണം ഒരുപാടുള്ളത് കൊണ്ട്. സ്വന്തം വോട്ടുകളെ പോലും ബൂത്തിലെത്തിക്കാൻ എവിടേക്ക് പോകണം എന്ന് പോലും അറിയാത്ത കുറെ ചിതറിയ പ്രവർത്തകരെയും വെച്ച് ഇന്നലെ ഉച്ചവരെ എങ്ങനെയോ പിടിച്ചു നിന്നു. ഉച്ചയ്ക്ക് ശേഷം ഔട്ട് പോസ്റ്റിൽ ഇരിക്കാൻ, ഔട്ട് ഏജന്റ് ആയിരിക്കാൻ ഔട്ട് ബൂത്തുകളിൽ ആളില്ല. ഇൻ ബൂത്തുകളിലും അവസാനിപ്പിച്ചു ഏകദേശം പോളിംഗ് ഏജന്റ് ആയിരുന്നവർ.
അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ സ്ഥാനാർത്ഥിക്ക് അവസാനമായപ്പോൾ വലിയ ആശങ്ക വന്നതും അദ്ദേഹം അത് സംഘർഷത്തിലേക്ക് വഴിവെപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയതും. ശരി, അപ്പോൾ നന്നായി തന്നെ റെസ്റ്റ് എടുക്കുക 1-2 ദിവസം. എനിക്ക് തോന്നുന്നു ഇനി പൊതുപ്രവർത്തകരായ സ്ഥിതിക്ക് റെസ്റ്റ് എടുക്കൽ എന്നൊക്കെയുള്ളത് സങ്കല്പത്തിൽ മാത്രമാണ്.